ഞാൻ ഡോക്ടർ സ്മിത വിനു, ഗ്രീൻമഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ് ക്ലിനിക് അടൂർ. ഏത് വെള്ളമാണ് കുടിക്കാൻ നല്ലതെന്നും എങ്ങനെയാണ് വെള്ളം കുടിക്കുകയെന്നും എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടതെന്നും പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ കിണറിൽ നിന്ന് ലഭിക്കുന്ന പരിശുദ്ധമായ പച്ചവെള്ളം തന്നെയാണ്. എന്നാൽ മലിനീകരണ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ വെള്ളം നല്ലവണ്ണം ചൂടാക്കി ചൂടാറിയതിന് ശേഷം കുടിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിലെ വെള്ളം പലർക്കും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ തണുത്ത വെള്ളം വേണമെന്നാഗ്രഹിക്കുന്നവർ മൺകൂജയിൽ വെള്ളം സൂക്ഷിച്ചതിന് ശേഷം ഉപയോഗിക്കുക. മൺകൂജയിലെ വെള്ളത്തിന് പ്രകൃതിദത്തമായ താപനിലയാണുള്ളത്. അതിനാൽ അത് തൊണ്ടയ്ക്കും വയറിനും വളരെ നല്ലതാണ്. മാത്രമല്ല ചുമ, തൊണ്ടവേദന, ഒച്ചയടപ്പ് ഇവയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മൺകൂജയിൽ വെള്ളം സൂക്ഷിക്കുന്നത് പോലെ ചെമ്പ് പാത്രത്തിലും വെള്ളം സൂക്ഷിക്കാം. ആ വെള്ളത്തിന് നമ്മുടെ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അനീമിയ തടയുന്നതിനും കഴിവുണ്ട്. എങ്ങനെയാണ് വെള്ളം കുടിക്കുക? നിവർന്നിരുന്ന് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ആ രീതിയിൽ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം തലച്ചോറിലെത്തുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും അത് ദഹനം എളുപ്പമാക്കുകയും വയറുവീർക്കൽ തടയുകയും ചെയ്യുന്നു. അതുപോലെ വലിയ തോതിൽ ഒറ്റയടിക്ക് വെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കുറച്ചായി കുടിക്കുന്നതാണ്. എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടത്? അതിരാവിലെ ഉണർന്നാലുടൻ കുറഞ്ഞത് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അത് ടോക്സിൻസ് പുറന്തള്ളുന്നതിനും ശരീരത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കും. ആഹാരത്തിന് 10 മിനിറ്റ് മുൻപും ആഹാരം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷവും വെള്ളം കുടിക്കുന്നത് ദഹനത്തിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു. കുളിക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് വെള്ളം കുടിക്കുന്നത് BP ലോവർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കുന്നതിനും ഉറക്കത്തിൽ അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവ ഉണ്ടാകാതിരിക്കുന്നതിനും സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വെള്ളം കുടിക്കരുത്. അത് മൂത്രം ഒഴിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഏത് വെള്ളമാണ് കുടിക്കേണ്ടതെന്നും എങ്ങനെ കുടിക്കണമെന്നും അറിഞ്ഞുവല്ലോ. ഇനിയെങ്കിലും ഇത് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി അഭിപ്രായം അറിയിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താലും